ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രസതന്ത്രവുമായി ബന്ധപ്പെട്ട് PSC മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: സോഡിയം സൂക്ഷിച്ചിരിക്കുന്നത് ഡാഷ് ആണ്. സോഡിയം സൂക്ഷിച്ചിരിക്കുന്നത് ഡാഷ് ആണ്. മണ്ണെണ്ണയിൽ. ടോർച്ച് സെല്ലിൽ ഡാഷ് പ്രവർത്തനമാണ് നടക്കുന്നത്. ടോർച്ച് സെല്ലിൽ ഡാഷ് പ്രവർത്തനമാണ് നടക്കുന്നത്. വൈദ്യുത രാസപ്രവർത്തനം. മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി വേർതിരിച്ച ശാസ്ത്രജ്ഞൻ. മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി വേർതിരിച്ച ശാസ്ത്രജ്ഞൻ. ലാവോസിയ. റോക്കറ്റ് ഇന്ധനം ഡാഷ് ആണ്. റോക്കറ്റ് ഇന്ധനം ഡാഷ് ആണ്. ദ്രവ ഓക്സിജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏത്? ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏത്? ലിഥിയം. താഴെ പറയുന്നവയിൽ സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള മൂലകമേത്? താഴെ പറയുന്നവയിൽ സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള മൂലകമേത്? രസം. അമോണിയ ഒരു ഡാഷ് ആണ്. അമോണിയ ഒരു ഡാഷ് ആണ്. ശീതീകാരിയാണ്. താഴെ പറയുന്നവയിൽ ഒരു മൃദുലോഹം സോഫ്റ്റ് മെറ്റൽ ഏത്? താഴെ പറയുന്നവയിൽ ഒരു മൃദുലോഹം ഏത്? പൊട്ടാസ്യം. റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ അതിനോട് കൂട്ടിച്ചേർക്കുന്ന മൂലകം. റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ അതിനോട് കൂട്ടിച്ചേർക്കുന്ന മൂലകം. സൾഫർ. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം. കാൽസ്യം സൾഫേറ്റ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ്. എംസം സാൾട്ട് രാസപരമായി ഡാഷ് ആണ്. എംസം സാൾട്ട് രാസപരമായി ഡാഷ് ആണ്. മഗ്നീഷ്യം സൾഫേറ്റ്. അപ്പക്കാരത്തിൻ്റെ ബേക്കിംഗ് സോഡയുടെ രാസനാമം. അപ്പക്കാരത്തിൻ്റെ രാസനാമം. സോഡിയം ബൈകാർബണേറ്റ്. ചുവപ്പ് ലെഡ്. റെഡ് ലെഡ് എന്നാൽ എന്ത്? ചുവപ്പ് ലെഡ് എന്നാൽ എന്ത്? ട്രൈപംബ്ലിക് ടെട്രോക്സൈഡ്. ആസ്പിരിൻ്റെ രാസനാമം. ആസ്പിരിൻ്റെ രാസനാമം. അസറ്റൈൽ സാലിസിലിക് അമ്ലം. ചുണ്ണാമ്പുവെള്ളത്തിൻ്റെ രാസനാമം. ചുണ്ണാമ്പുവെള്ളത്തിൻ്റെ രാസനാമം. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പുവെള്ളത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. താഴെ പറയുന്നവയിൽ നീല നിറത്തിൽ കാണപ്പെടുന്ന ലവണമേത്? താഴെ പറയുന്നവയിൽ നീല നിറത്തിൽ കാണപ്പെടുന്ന ലവണമേത്? കോപ്പർ സൾഫേറ്റ്.